ഹായ്, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ സിമ്പിളായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കറിയാണ്. ചെറുപയർ പരിപ്പ് മുരിങ്ങയില ഫ്രൈ. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ചെറുപയർ പരിപ്പ് 2 കപ്പ്, കുറച്ച് മുരിങ്ങയില, 2 വറ്റൽമുളക്, 1/4 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, വെളുത്തുള്ളി 4-5 അല്ലികൾ, കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 3 സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ ഉപ്പ് ആവശ്യത്തിന്. ഞാനിവിടെ ചെറുപയർ പരിപ്പ് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് 5 മുതൽ 10 മിനിറ്റ് മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. കുക്കർ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 4 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് കടുകിടണം. പിന്നെ വറ്റൽമുളക്, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇതിലേക്ക് ആവശ്യത്തിന് പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില ഇത്രയും നമ്മൾ ഇട്ട് നല്ലതായിട്ട് സോട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഞാൻ ഓൾറെഡി ഉപ്പും ശകലം മുളകും മഞ്ഞളും പരിപ്പിൽ ചേർത്തിട്ടുണ്ട്. കാരണം അതനുസരിച്ച് വേണം നമ്മൾ ഉപ്പ് ചേർക്കാൻ. ഇത് വളരെ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. ഇപ്പം ഓൾമോസ്റ്റ് ഒക്കെ അത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയൊരു സ്പൂൺ മുളക് പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ഞാനിവിടെ കഴുകി ഇറുത്ത് വെച്ചിരിക്കുന്ന മുരിങ്ങയില ചേർത്ത് കൊടുക്കാം. വളരെയധികം ഔഷധ ഗുണമുള്ളതാണ് മുരിങ്ങയില. ഇത് ആരോഗ്യത്തിന് മാത്രമല്ല, സൗന്ദര്യത്തിനും മുടി വളരുന്നതിനും ഒരുപോലെ നല്ലതാണ്. ഡയബറ്റിക് പേഷ്യൻസ് ആയിട്ടുള്ളവർക്ക് മുരിങ്ങയില ഡെയിലി കഴിക്കുന്നത് അവരുടെ ഷുഗർ ലെവൽ കുറയ്ക്കുവാൻ സഹായിക്കുന്നതാണ്. ഞാനൊരു 2 മിനിറ്റ് ഇത് സോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് കുഴഞ്ഞു പോകാത്ത രീതിയിൽ വേണം ഇത് നമ്മൾ ഇളക്കിയെടുക്കാൻ. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട ശേഷം ചൂടോടെ ഇത് ചോറിനോടൊപ്പം സെർവ് ചെയ്യാം. ഇതിനെ നമ്മുടെ ഇഷ്ടാനുസരണം തേങ്ങ ചേർത്ത് തോരനായും പിന്നെ കുറച്ച് ടൊമാറ്റോയും തിളച്ച വെള്ളവും ചേർത്ത് ലൂസാക്കി ചപ്പാത്തിക്ക് കറിയായി ഉപയോഗിക്കാം.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഷെയർ, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുകയും അപ്ഡേറ്റ്സിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.